കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നും അത് പറഞ്ഞ് ജനങ്ങളെ ആശങ്കപ്പെടുത്തരുതെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. കിഫ്ബിക്ക് വരുമാനദായകമായ പദ്ധതികൾ വേണമെന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കിഫ്ബി വെന്റിലേറ്ററിലാണെന്നും ജനങ്ങൾക്ക് ബാധ്യതയായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. കിഫ്ബി പദ്ധതികൾ താളം തെറ്റിയെന്ന ആക്ഷേപത്തിലൂടെ ടോൾ പിരിക്കാനുള്ള നീക്കം നിയമസഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. റൂൾ 50 പ്രകാരമുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷം K-ഫോണിനും K-റെയിലിനും ശേഷം K-ടോൾ വരുന്നുവെന്നാണ് ആരോപിച്ചത്. ടോൾ പിരിക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നാണ് സർക്കാരിന്റെ മറുപടി. ഇപ്പോൾ ഈ ടോളിന്റെ കാര്യം പറഞ്ഞിട്ടും ഒക്കെ പറഞ്ഞ ആളുകളെ ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. സർക്കാരിന്റെ സഞ്ചിത നിധിയിൽ നിന്ന് പണം പറ്റുന്ന കിഫ്ബി ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ബാധ്യതയാണ്. ടോൾ പിരിച്ച് ഇനിയും ബാധ്യത അടിച്ചേൽപ്പിക്കരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ട്രിപ്പിൾ ടാക്സേഷൻ ആണ്. റോഡിലൂടെ യാത്ര ചെയ്യുന്നതിന് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോളിയം സെസ്സും മേടിച്ച് ഇനി ടോളും കൂടി നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു. ശരിയല്ല. കിഫ്ബി പിന്നോട്ടല്ല മുന്നോട്ടാണെന്ന ധനമന്ത്രിയുടെ മറുപടിയോടെ പ്രത്യേക ചർച്ച വേണമെന്ന ആവശ്യം സ്പീക്കർ നിരാകരിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം.